ഇന്ത്യൻ മാർക്കറ്റിലെ ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയത്തിലേക്ക് സ്വാഗതം. നിഫ്റ്റി 50 ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. അതെ, 26,000 എന്ന ആ നിർണായക സംഖ്യ കടന്നിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണിത് സംഭവിച്ചത്? ഇതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായിട്ട് നോക്കാം. സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ കണ്ടോ? 26,046. ഇതാണ് ഇന്നത്തെ താരം. ഈ ഒരൊറ്റ സംഖ്യയാണ് ഇന്ത്യൻ വിപണിയെ ഇന്ന് ശരിക്കും ഇളക്കിമറിച്ചത്. ഇത് വെറുമൊരു നമ്പർ മാത്രമല്ല കേട്ടോ, നിക്ഷേപകർക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ക്ലോസിംഗ് പോയിന്റാണിത്. ശരിയാണ്, ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്രദിനം തന്നെയാണ്, ഒരു വലിയ നാഴികക്കല്ല്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഇത്രയേറെ പ്രത്യേകത വരാൻ കാരണമായ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കേ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ മൊത്തത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിഫ്റ്റി 50 ആ 26,000 ലെവലിന് മുകളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്തു. സെൻസെക്സിന്റെ കാര്യവും മറിച്ചല്ല, അതും നല്ലൊരു നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ മുന്നേറ്റം ഒന്നോ രണ്ടോ സെക്ടറിൽ ഒതുങ്ങിയില്ല. മിക്കവാറും എല്ലാ പ്രധാന മേഖലകളിലും നല്ല രീതിയിൽ വാങ്ങൽ നടന്നു. കുറച്ചു ദിവസമായി മാർക്കറ്റ് ഒന്ന് താഴോട്ടായിരുന്നല്ലോ. അതിനുശേഷമുള്ള ഈ ഒരു തിരിച്ചുവരവ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിന് വലിയൊരു കോൺഫിഡൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എന്താണ് ഈ ഒരു കുതിപ്പിന് പിന്നിലെ യഥാർത്ഥ കാരണം? വെറുതെ സംഖ്യകൾ നോക്കിയാൽ പോരല്ലോ, അതിന് പിന്നിലുള്ള കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ പുതിയൊരു ഹൈയിലേക്ക് കുതിച്ചത്? ഈ ഒരു വാചകം ശ്രദ്ധിച്ചേ. ഫെഡ് നയിച്ച വിപണിയുടെ തിരിച്ചുവരവ്. എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടെയാണ്. അതായത് അമേരിക്കയുടെ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ്, അവരിൽ നിന്നും വന്ന ചില പോസിറ്റീവ് സിഗ്നലുകളാണ് ലോകമെമ്പാടുമുള്ള മാർക്കറ്റുകളിൽ ഈയൊരു ഉണർവുണ്ടാക്കിയത്. അതിന്റെ അലയൊലി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും എത്തി. അത്രയുള്ളൂ. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയായിരുന്നു. നോക്കിക്കോ. സ്റ്റെപ്പ് 1, US ഫെഡറൽ റിസർവ് അവരുടെ പോളിസിയെക്കുറിച്ച് ചില സൂചനകൾ നൽകി. സ്റ്റെപ്പ് 2, ഇത് ലോകമെമ്പാടുമുള്ള മാർക്കറ്റുകളിൽ ഒരു പോസിറ്റീവ് വൈബുണ്ടാക്കി. സ്റ്റെപ്പ് 3, സ്വാഭാവികമായും ആ ഗ്ലോബൽ റാലിയിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റും അങ്ങ് പങ്കുചേർന്നു. കണ്ടില്ലേ, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നതെന്ന്. അപ്പോൾ ഈ റാലിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ഒന്നോ രണ്ടോ വലിയ കമ്പനികൾ മാത്രം വിചാരിച്ചുണ്ടായതല്ല. എല്ലാ സെക്ടറുകളിലും, അതായത് ബാങ്കിംഗ്, IT, ഫാർമ, അങ്ങനെ എല്ലായിടത്തും നല്ല വാങ്ങൽ നടന്നു. ഇത് കാണിക്കുന്നതെന്താ? മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ഉണ്ടെന്നല്ലേ. ഇത് ശരിക്കും ഒരു ഹെൽത്തി മാർക്കറ്റിന്റെ ലക്ഷണമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി എല്ലാവരുടെയും മനസ്സിലുള്ള അടുത്ത ചോദ്യം ഇതായിരിക്കും, ഇനി എന്ത്? അല്ലേ? 2026 എന്തായിരിക്കും അവസ്ഥ? നമുക്ക് എക്സ്പേർട്സ് എന്താണ് പറയുന്നതെന്ന് നോക്കിയാലോ? ഇവിടെ നോക്കൂ, 2 വലിയ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുടെ പ്രവചനങ്ങളുണ്ട്. ജെഫ്രീസ് പറയുന്നത് കമ്പനികളുടെ ഏണിംഗ്സ് ഗ്രോത്തും നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ്സും കാരണം 2026 അവസാനമാകുമ്പോഴേക്കും നിഫ്റ്റി ഒരു 28,300 എത്താമെന്നാണ്. പക്ഷേ MK ഗ്ലോബൽ കുറച്ചുകൂടി ഓപ്റ്റിമിസ്റ്റിക് ആണ് കേട്ടോ. അവർ പറയുന്നത് ഏണിംഗ്സ് റിക്കവറിയും മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമായാൽ നിഫ്റ്റി 29,000 വരെ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ നാളത്തെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന ഇന്ന് തന്നെ കിട്ടുമോ? അതിനൊരു വഴിയുണ്ട്. ഇവിടെ നോക്കൂ, നമ്മുടെ നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത് ഏകദേശം 26,046. എന്നാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റി അത് ഏകദേശം 26,114 നിൽക്കുന്നത്. കണ്ടോ ആ ചെറിയൊരു വ്യത്യാസം? ഇത് നാളത്തേക്ക് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ചെറിയ സൂചനയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഗിഫ്റ്റ് നിഫ്റ്റി എന്ന്? വളരെ സിമ്പിളാണ്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വിദേശത്ത് ട്രേഡ് ചെയ്യുന്ന നിഫ്റ്റിയുടെ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റാണിത്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മുടെ മാർക്കറ്റ് തുറക്കുമ്പോൾ ഏകദേശം എവിടെയായിരിക്കും എന്നതിൻ്റെ ഒരു ആദ്യ സൂചന തരാൻ ഇതിന് കഴിയും. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സൊക്കെ ഇത് ശ്രദ്ധയോടെ നോക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ. 1, പോസിറ്റീവായ ഗ്ലോബൽ സിഗ്നലുകൾ. 2, നമ്മുടെ സ്വന്തം കമ്പനികളുടെ വരുമാനത്തെക്കുറിച്ചുള്ള എക്സ്പേർട്സിൻ്റെ ശുഭാപ്തി വിശ്വാസം. ഇത് രണ്ടും ചേരുമ്പോൾ വരുന്ന വർഷത്തേക്കുള്ള ഒരു ചിത്രം വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ മാർക്കറ്റിങ്ങിനെ പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നത് കാണുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. 2026 ഇതായിരിക്കുമോ നമ്മുടെ മാർക്കറ്റിന്റെ ഒരു പുതിയ നോർമൽ? ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തു തോന്നുന്നു?